ഞാൻ പൈസയൊക്കെ തീർന്നു കയ്യില്. അപ്പൊ ഒന്ന് ആലോചിക്കേ, കയ്യില് മറ്റേ ഈസ്റ്റേണിന്റെ ഫിഷ് മസാല ഉണ്ട്, ഇച്ചിരി റൈസും ഉണ്ട്. ആകെ അറിയാവുന്നത് നമുക്ക് നോക്കിക്കഴിയുമ്പോ വേറെ സാധനം പിടിക്കും 10 പൈസ ഇല്ലായിരിക്കണ ടൈമാ. അപ്പൊ നേരെ ചോറെടുത്ത് ചോറ് ഉണ്ടാക്കി, നേരെ സവാള ഉണ്ട്, സവാള അരിഞ്ഞ് മസാല വെള്ളത്തിലിട്ട് കലക്കി സവാള ഇട്ട് ആ സമയം അതൊരു വേറൊരു സമയം. അത് കഴിക്കുമ്പോ നമ്മൾ ആലോചിക്കും എന്തിനിടെ കയറി വന്നേന്ന്. അത് കഴിച്ചിട്ട് ഞാൻ ഒരു നാട് കഴിഞ്ഞു എന്ത് ചെയ്യാനാ, കഴിച്ചിട്ട് കാണാൻ പോലും ആളില്ല അല്ലെ, നമ്മുടെ ഐഡിയ ആയി പോയി. അതെ, കാര്യം ആ ടൈമിൽ വരുമ്പോ ഒന്നാമത് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതിനിടെ കാശ് സേവ് ചെയ്യൽ എന്ന് പറയുന്ന സംഭവം നമുക്ക് നടക്കില്ല. അതെന്ന് വെച്ചാൽ ഈ പഠിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ ഇത്രേ വർക്ക് ചെയ്യണുള്ളൂ. പിന്നെ നമ്മള് ചെലവുണ്ട്, ബേസിക് ചെലവ്. ഇപ്പൊ ഒരു 100 രൂപ സേവ് ചെയ്യുമ്പോൾ അപ്പൊ കോളേജിൽ നിന്ന് പറയും ബുക്ക് മേടിക്കണമെന്ന് പറയും, അപ്പൊ പോയി ബുക്ക് മേടിക്കും. അപ്പൊ ആ 100 രൂപ ഓർഡർ ചെയ്യുന്ന